HMPV വൈറസിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? HMPV വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസിൻ്റെ ഷോർട്ട് ഫോമാണ്. ഓക്കെ, അത് പല ആൾക്കാർക്കും അറിയായിരിക്കും. അത് യൂഷ്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് സെൻസ് RNA വൈറസാണ്, ന്യൂമോ വെറിഡെ ഗ്രൂപ്പിൽപ്പെടുന്നതാണ്. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം എന്നായിരിക്കും. പക്ഷേ ഈ ഗ്രൂപ്പിൽപ്പെടുന്ന പല വൈറസുകളും ഇതിനു മുമ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള കോമൺ ആയിട്ടുള്ള സിംറ്റംസ് കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടെത്തിയിട്ടുള്ളതാണ്. 2001 തന്നെ ഇതിൻ്റെ തന്നെ പല വക ഭേദങ്ങളായിട്ടുള്ളതിനെ ഡച്ച് സയൻറ്റിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് നോർത്തേൺ ചൈനയിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചൈനയുടെ തന്നെ ബാക്കി പ്രൊവിൻസിൽ അത്രയും റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും പൊതുവെ വാർത്തകളിലൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇത് റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്ന് പറയുമ്പം നമ്മുടെ ന്യൂമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലങ്സിനെ സംബന്ധമായിട്ടുള്ളതാണ് നമ്മൾ സാധാരണ ന്യൂമോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. യൂഷ്വലി അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ്, അതായത് തൊണ്ടയ്ക്ക് മുകളിലായിട്ടുള്ള ഭാഗത്തെയാണ് യൂഷ്വലി ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും അത് ഒരിക്കലും കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നില്ല. വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ മാത്രമാണ് അത് ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയോളൈറ്റിസ്, ഏവിയോളൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ, COPD പോലത്തുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് വളരെ അപൂർവമായിട്ടുള്ള കണ്ടീഷനുകളാണ്. പക്ഷേ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇമ്മ്യൂണിറ്റി തീരെ കുറവായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, സ്റ്റിറോയിഡ്സ് അധികം ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് ഇപ്പം ചില പെയിൻ കില്ലേഴ്സൊക്കെ സ്റ്റിറോയിഡ്സാണ്, അത് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇമ്മ്യൂൺ റിയാക്ഷൻ അധികം വരാതിരിക്കാൻ, ഓർഗൻ റിജക്ഷൻ ഒഴിവാക്കാനും ഒക്കെ ആയിട്ട് മെഡിസിൻസ്, ഇമ്മ്യൂൺ സപ്രസൻസ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടുതലായിട്ട് ഇത് എഫക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊന്നും മാത്രമല്ല, ഏത് വൈറസും അവരെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആർക്കായിരിക്കും നമുക്ക് തന്നെ അറിയാം, കൊച്ചു കുട്ടികൾ അല്ലേ, അതുപോലെ ഏജ് കൂടുതലായിട്ടുള്ള ആൾക്കാർ, ഇമ്മ്യൂണിറ്റി പൊതുവേ കുറവായിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ അത് കൂടുതലായിട്ട് എഫക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. ഈ വൈറസ് എന്നല്ല, ഏത് വൈറസ് എഫക്റ്റ് ചെയ്യാം ഈ വൈറസിന്, പക്ഷേ കുറച്ചുകൂടെ ഒരു ടെൻഡൻസി സ്പ്രെഡ് ആവാനുള്ളതും വെറുലൻസും ആയിട്ടുള്ള കുറച്ച് ടെൻഡൻസി ഉണ്ട് എന്നുള്ളത് മാത്രമാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ, സാധാരണ വരുന്ന പോലെ തന്നെ ഏത് വൈറസിനും വരുന്ന പോലെ മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, കൺജഷൻ, ഈ ഒരു ഭാഗത്തെ കൺജഷൻ, നെറുകപൊരിച്ചിൽ, തൊണ്ടയ്ക്ക് വരുന്ന ചില മാറ്റങ്ങൾ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, മൂക്കിൻ്റെ ഭാഗത്തെ കൺജഷൻ, ചെവിയിലോട്ട് ചിലപ്പോൾ ഇറിറ്റേഷൻ വരാം, അല്ലെങ്കിൽ ചില കണ്ടീഷനുകളിൽ ചെവി ചൊറിച്ചിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരാം. പിന്നെ ഇമ്മ്യൂണിറ്റിയുടെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൂടുതലാകുകയാണെങ്കിലോ, വൈറൽ ലോഡ് കൂടുതലാകുകയാണെങ്കിലോ ചിലപ്പോൾ ഒരു പക്ഷേ താഴോട്ട് ബ്രോങ്കൈറ്റിസ് പോലെ വരാം, എൽവിയോളൈറ്റിസ് പോലെ വരാം, ന്യൂമോണിയ കണ്ടീഷൻ, COPD ഒക്കെ വരാം. അത് വളരെ അപൂർവമായിട്ടുള്ള കണ്ടീഷനിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. അപ്പം സാധാരണ ഏത് വൈറസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ തന്നെയാണ് ഇതിനും ചെയ്യുന്നത്. ഇപ്പോൾ മെഡിക്കേഷൻ്റെ ഒരു ആസ്പെക്റ്റ് പറയാമെന്നുണ്ടെങ്കിൽ ഇതിന് സെപ്പറേറ്റ് വാക്സിൻ്റെ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് ഈ വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എലിസ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയിലെ വൈറസിൻ്റെ DNA കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും അത് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും, ഇന്ന വൈറസ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് കോമൺ ആയിട്ടുള്ള സിംറ്റംസിൽ കൂടെ മാത്രം മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രിവെൻഷൻ എന്നുള്ള ആസ്പെക്റ്റിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, കൈ നല്ലോണം വാഷ് ചെയ്യുക. എസ്പെഷ്യലി വെളിയിൽ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കൈ നല്ലോണം വാഷ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ തൊട്ടിട്ട് പെട്ടെന്ന് കയ്യിൽ, മുഖത്ത്, വായിലൊന്നും തൊടാതിരിക്കുക. വേറെ എന്തെങ്കിലും നല്ല ഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റീവായിട്ട് എന്തെങ്കിലും മാസ്കോ എന്തെങ്കിലും കാര്യങ്ങൾ വയ്ക്കുക. നമുക്ക് എന്തെങ്കിലും ചുമയോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാസ്ക് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവരിലേക്ക് എത്തിയിരിക്കുക. സോഷ്യൽ ഡിസ്റ്റൻസിങ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ആക്ച്വലി ആ ഒരു കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണോ അത് തന്നെയാണ് നമുക്ക് പൊതുവേ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഇനി ഇതിൻ്റെ സ്പ്രെഡ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂഷ്വലി നമ്മുടെ കണ്ണിലെ, ചെവിയിൽ, മൂക്കിൽ, വായിൽ, മ്യൂക്കസ് മെംബ്രെയിനിൽ കൂടെ ഇതിന് സ്പ്രെഡ് ആകാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ഡയറക്റ്റായിട്ട് കണ്ണിൽ നമ്മൾ ഇങ്ങനെ ഞെരടുകയോ മൂക്കിൽ പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. സോ തീർച്ചയായിട്ടും അത് മാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, ശ്രദ്ധിക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുമ്പം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഭക്ഷണം ചെയ്യുക, എക്സസൈസ്, യോഗ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യുക. പിന്നെ ഹോമിയോപ്പതിയിലൊക്കെ നല്ല മെഡിസിൻസ് അവൈലബിൾ ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടാനായിട്ടുള്ള. അതും കൂടെ
നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻവോൾവ് ചെയ്യിക്കുക. പിന്നെ ആയുഷ് സിസ്റ്റത്തിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും മെഡിസിൻസൊക്കെ അവൈലബിൾ ആണ്. അതും തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ പറയുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും താഴെ ചെയ്യാവുന്നതാണ്. സോ ഏവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ ക്യൂരിയസ്. ഞാൻ ഡോക്ടർ ആനന്ദ്. താങ്ക് യു.